നമ്മൾ ഗായകൻ വിഷ്ണു കൃഷ്ണനുമായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭാഷണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇപ്പൊ ഇത്രയും കാലമായല്ലോ സംഗീത രംഗത്ത് വന്നിട്ട്. അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്ന അവാർഡ്സ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻസ് എന്തൊക്കെ നമുക്ക് ചെറുപ്പം മുതലുള്ളത് നോക്കാം. എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഇതുവരെ, അത് എവിടെ എത്തി നിൽക്കുന്നു? ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എറണാകുളം കരയോഗം കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ എറണാകുളം കരയോഗത്തില് നവരാത്രി കോമ്പറ്റീഷൻസ് വരും. അപ്പൊ അതില് ലൈറ്റ് മ്യൂസിക്, ഭജൻ, പിന്നെ അതുപോലെ കുറെ നമ്മുടെ വേദം, അങ്ങനത്തെ ഹരിനാമ കീർത്തനം, ജ്ഞാനപ്പാന, അങ്ങനെ ചെറുപ്പം മുതലേ വീട്ടിലിങ്ങനെ വിടുവാണെങ്കിൽ സംസാരമൊക്കെ ശരിയാവാനും ഒക്കെ നല്ലതാണല്ലോ. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ പോയി കുറെ പ്രൈസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻ ട്രോഫിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒരു 3-4 പ്രാവശ്യം എവർ റോളിംഗ് ട്രോഫി എല്ലാം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുന്നവർക്ക് കിട്ടുന്ന ഒരു ഇത്. അങ്ങനെ അത് പിന്നെ ഈ ഷോയില് പോയിട്ട് അവിടത്തെ പല റെക്കഗ്നിഷൻസും കിട്ടിയിട്ടുണ്ട്. അത് തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എറണാകുളം കരയോഗത്തിൽ നിന്നാണ് നല്ല പ്രോത്സാഹനം. ഈ ഇത്രയൊക്കെ യാത്രയും നേട്ടങ്ങളൊക്കെ വന്നപ്പോൾ ഈ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, ക്രിറ്റിസിസം. ക്രിറ്റിസിസംസ് വരുമ്പോ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മളത് ഞാൻ വ്യൂ ചെയ്യുന്നത്, ഇത് ശരിക്കും ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യണം. നമ്മൾ ചെയ്തത് തെറ്റാണോ, നമ്മൾ ഇപ്പം അതോ ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതാണോ എന്ന് വിചാരിച്ചു. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഞാൻ ഡെഫിനറ്റ്ലി എടുത്ത് ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാറുണ്ട്. ശരി. ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടോ? ദൈവം സഹായിച്ച് ഇതുവരെ എല്ലാവരുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതങ്ങനെ കിട്ടാറില്ല. വെരി ഗുഡ്. പിന്നെ വേറെ ഏതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്? ശ്യാം എന്നുള്ള മ്യൂസിക് ഡയറക്ടറെ പറ്റി നേരത്തെ സലീൽ ചൗധരിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. സലീൽ ചൗധരി സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ശ്യാം. അറിയുമെന്ന് അറിയില്ലായിരുന്നു. അതായത് സലീൽ ചൗധരി സാറ് ഏറ്റവും സീനിയർ മോസ്റ്റ്, അതിന്റെ തൊട്ട് താഴെ ശ്യാം സാറാണ് സലീൽ ചൗധരി സാറിന്റെ സ്ട്രിംഗ് സെക്ഷൻസ് നോക്കിയിരുന്നത്. ഈസ് എ വയലിനിസ്റ്റ്. ഈ ശ്യാം സാറും ഔസേപ്പച്ചൻ സാറൊക്കെ വയലിനിസ്റ്റുകളാണ്. അപ്പൊ ഈ ശ്യാം സാറ് ഒരു രക്ഷയില്ലാത്ത വെസ്റ്റേൺ, അന്നത്തെ കാലത്തൊക്കെ വെസ്റ്റേൺ ചെയ്തിട്ടുള്ള പാട്ടുകൾ കേട്ടാലും റെക്കോർഡിങ്ങും ഒക്കെ ശ്യാം സാറിന്റെയും അസിസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് SP വെങ്കടേഷ്. വിഷ്ണു റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് അല്ലേ? അത് എവിടെ വെച്ചിട്ടായിരുന്നു ആ ഇവന്റ് നടന്നത്? അത് ക്രൗൺ പ്ലാസയിലായിരുന്നു. ക്രൗൺ പ്ലാസയില് അതായത് ആടുജീവിതത്തിന്റെ ലോഞ്ച് ഇവന്റ്. ലോഞ്ച് അല്ല, സക്സസ് സെലിബ്രേഷൻ. സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു. ശരി ശരി. അന്ന് റഹ്മാൻ സാറിന് വേണ്ടിട്ട് ആ സോങ് അല്ലേ? ആ പാട്ട് അദ്ദേഹത്തിന് മുമ്പിൽ. ശരി ശരി.